രാമ 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 രാമ. ഏട്ടാ, ഇന്ന് എങ്ങനെയെങ്കിലും വല്യമ്മയുടെ ആ പെട്ടി ഒന്ന് നമുക്ക് തുറപ്പിക്കണം. അതിനകത്ത് എന്തോ കാര്യമായിട്ടുണ്ട്. അതെന്താണെന്നൊന്ന് അറിയണം. അതിനുള്ളിൽ എന്താണെന്ന് ഞാൻ ഇന്ന് കണ്ടുപിടിക്കും. അത് ഞാൻ അടിച്ച് മാറ്റുകയും ചെയ്യും. രാമ രാമ വലിയമ്മേ, മോനെ. വിഷുവിനെ കൈനീട്ടം ഒന്നും വേണ്ട, വല്യമ്മയുടെ അനുഗ്രഹം മാത്രം മതി എനിക്ക്. എന്തായി പെട്ടിയില്? അതെ മക്കളെ, ഞാൻ നിങ്ങൾക്ക് 3 ആൾക്കും ഇപ്രാവശ്യം വിഷു കൈനീട്ടം കരുതിയിട്ടുണ്ട്. ഇതാ മോന്റെ. ഉണ്ടായിരുന്നു. ഇതെന്താ വല്യമ്മ, ഇത് നല്ല ഘനത്തിലുണ്ടല്ലോ. ബാ, എന്റെ ബാഗ് നല്ല വലിയ ബാഗാണല്ലോ വല്യമ്മ. ഇതിനകത്തെ സ്വർണ്ണ നാണയം വല്ലതും ആണോ? USB സ്റ്റിക്കോ? അല്ല മക്കളെ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ രഹസ്യമായി ഇവിടെ വെച്ച CCTV ക്യാമറയുടെ ദൃശ്യങ്ങളാണ് അതില്. മോനെ, കഴിഞ്ഞ ഞായറാഴ്ച നീ എന്റെ മുറിയിൽ വന്നിട്ട് അലമാരയുടെ അകത്ത് 5000 രൂപ എടുത്തില്ലേ? അതിന്റെ ദൃശ്യമാണ് ഇതിന്റെ അകത്ത്. മോളെ, നീ ബുധനാഴ്ച ഉച്ചയ്ക്ക് ആ മുറി ക്ലീൻ ചെയ്യാനാണെന്നും പറഞ്ഞിട്ട് എൻ്റെ സ്വർണ്ണമാല ഇട്ടിട്ട് എന്താ നീ പറഞ്ഞേ? ഈ തള്ള ചത്തിട്ട് വേണം ഈ മാല അടിച്ചു മാറ്റാനെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ ദൃശ്യങ്ങളാണ് നിന്റേനകത്ത്. മീനാക്ഷി, നിന്റേനകത്ത് എന്താണെന്നറിയോ? നീ കശുവണ്ടി കട്ട് തിന്നണത്. പായസത്തിൽ ഇടാന്നും പറഞ്ഞ് കശുവണ്ടി മാറ്റി വെച്ചിട്ട് അത് മൊത്തം നീ തിന്നു തീർക്കും. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിൻ്റേല്. നാളെ രാവിലെ ഹാപ്പി വിഷുവിൻ്റെ കൂടെ ഞാൻ ഇതെല്ലാവർക്കും ഫാമിലി ഗ്രൂപ്പിനകത്ത് മൊത്തം ഇത് പ്രദർശിപ്പിക്കും. വിഷുവായിട്ട് അവര് അർമാദിക്കട്ടെ എന്നേ. അത് വേണ്ടെങ്കിലേ നിങ്ങൾ 3 ആളും ഞാൻ പറയണ തുക എൻ്റെ അക്കൗണ്ടിലേക്ക് വിഷുക്കൈനീട്ടായി അയച്ചോ. നാണക്കെടുത്തരുത് പ്ലീസ്. ഇതെന്താന്ന് അറിയണോ മോനെ? വേണ്ട. അയ്യോ എന്റെ വല്യമ്മേ, ചതിക്കല്ലേ. നാണം കെട്ട് പോവും വല്യമ്മേ. ഗൂഗിൾ പേ അക്കൗണ്ട് തന്നോളൂ, ഞാൻ ഇപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്ത് തരാം കേട്ടോ. വിഷു കൈനീട്ടം.